LDC 2017 പ്രാചീന ഇന്ത്യയെ സംബന്ധിക്കുന്ന ചോദ്യോത്തരങ്ങൾ രണ്ടാം ഭാഗം. ഭാരതത്തിലെ ഇതിഹാസ കാവ്യങ്ങൾ ഏതൊക്കെ? രാമായണം, മഹാഭാരതം. ആദികാവ്യം എന്നറിയപ്പെടുന്നത് ഏത്? രാമായണം. രാമായണത്തിന്റെ കർത്താവ് ആര്? വാൽമീകി മഹർഷി. മഹാഭാരതത്തിന്റെ കർത്താവ് ആര്? വ്യാസമുനി. രത്നാകരൻ എന്ന പൂർവാശ്രമ നാമം ഏത് മുനിയുടേതായിരുന്നു? വാൽമീകി. കൃഷ്ണദ്വൈപായനൻ എന്നും അറിയപ്പെടുന്ന മഹർഷി ആര്? വ്യാസൻ. ചതുർവേദങ്ങൾ ഏതെല്ലാം? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഏറ്റവും ആദ്യം രചിക്കപ്പെട്ട വേദം ഏത്? ഋഗ്വേദം. ഏറ്റവും വലിയ വേദം ഏത്? അഥർവവേദം. ആര്യന്മാർ അല്ലാത്തവരാൽ രചിക്കപ്പെട്ടത് എന്ന് കരുതപ്പെടുന്ന വേദം ഏത്? അഥർവവേദം. വേദം എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? അറിയുക. വേദങ്ങളുടെ 4 ഭാഗങ്ങൾ ഏതെല്ലാം? സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത്. വേദാന്തം എന്നറിയപ്പെടുന്നത് എന്ത്? ഉപനിഷത്ത്. ആകെ എത്ര ഉപനിഷത്തുകളാണ് ഉള്ളത്? 108. ഏറ്റവും വലിയ ഉപനിഷത്ത് ഏത്? ബൃഹദാരണ്യകോപനിഷത്ത്. ഏറ്റവും ചെറിയ ഉപനിഷത്ത് ഏത്? ഈശാവാസ്യോപനിഷത്ത്. ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസ കാവ്യമായി കരുതപ്പെടുന്നത് ഏത്? മഹാഭാരതം. രാമായണത്തിലെ വിവിധ ഭാഗങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെ? കാണ്ഡങ്ങൾ. എത്ര കാണ്ഡങ്ങളാണ് രാമായണത്തിൽ ഉള്ളത്? 7. ശ്രീരാമന്റെ പുത്രന്മാർ ആരെല്ലാം? ലവനും കുശനും. ആദിത്യ ഹൃദയമന്ത്രം ഏത് കൃതിയിലാണ് ഉള്ളത്? രാമായണത്തിൽ. മഹാഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? പർവങ്ങൾ. കൗരവന്മാരുടെ ഏക സഹോദരി ആരായിരുന്നു? ദുശള. കുരുക്ഷേത്ര യുദ്ധം നടന്ന സ്ഥലം ഇപ്പോൾ ഏത് സംസ്ഥാനത്താണ്? ഹരിയാന. പുരാണങ്ങൾ എത്ര എണ്ണം? 18. ഏറ്റവും വലിയ പുരാണം ഏത്? സ്കന്ദപുരാണം. ചതുർയുഗങ്ങൾ ഏതെല്ലാം? കൃതായുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ദശാവതാരങ്ങളിൽ ആദ്യത്തേത്? മത്സ്യാവതാരം. കൃതായുഗത്തിലെ അവതാരങ്ങൾ ഏവ? മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം. ത്രേതായുഗത്തിലെ അവതാരങ്ങൾ ഏവ? വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ. കലിയുഗത്തിലെ മഹാവിഷ്ണുവിന്റെ അവതാരം ഏത്? കൽക്കി. രാമായണത്തെ ആദ്യമായി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആര്? റാൽഫ് D.H. ഗ്രിഫ്റ്റ്. മഹാഭാരതത്തെ പൂർണ്ണമായും ഇംഗ്ലീഷിലേക്ക് ആദ്യമായി വിവർത്തനം ചെയ്തത് ആര്? കിസരി മോഹൻ ഗാംഗുലി. ഭഗവത്ഗീതയെ ആദ്യമായി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആര്? ചാൾസ് വിൽക്കിൻസ്. മനുസ്മൃതി, ഗീതാഗോവിന്ദം, അഭിജ്ഞാനശാകുന്തളം എന്നിവ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആര്? വില്യം ജോൺസ്. ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം എന്നിവ 4 ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത് ആര്? റാൽഫ് D.H. ഗ്രിഫ്റ്റ്. കാളിദാസന്റെ കുമാരസംഭവം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആര്? റാൽഫ് D.H. ഗ്രിഫ്റ്റ്. അദ്വൈത സിദ്ധാന്തത്തിന്റെ ഏറ്റവും വലിയ പ്രചാരകൻ ആരായിരുന്നു? ശ്രീശങ്കരൻ. ചതുർമഠങ്ങൾ സ്ഥാപിച്ചത് ആര്? ശങ്കരാചാര്യർ. ശങ്കരാചാര്യരുടെ ജീവിത കാലഘട്ടം ഏതായിരുന്നു? AD 788 മുതൽ 820 വരെ. ശങ്കരാചാര്യർ ജനിച്ചത് എവിടെ?
പെരിയാറിന്റെ തീരത്തുള്ള കാലടി. ശങ്കരാചാര്യരുടെ സമകാലികനായിരുന്ന ചേര രാജാവ് ആര്? കുലശേഖര ആഴ്വാർ. ബദരീനാഥിൽ ശങ്കരാചാര്യർ സ്ഥാപിച്ച മഠം ഏത്? ജ്യോതിർമഠം. പുരിയിൽ സ്ഥാപിച്ച മഠം ഏത്? ഗോവർദ്ധന മഠം. ശങ്കരാചാര്യർ ശാരദാമഠം സ്ഥാപിച്ചത് എവിടെ? ദ്വാരകയിൽ. വൃന്ദാവനം, മധുര എന്നിവ ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ്. ദ്വാരക ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. പുരാണങ്ങൾ പ്രകാരം മഹാവിഷ്ണുവിന്റെ ദശ അവതാരങ്ങളും ദർശിച്ച ഏക വ്യക്തി ആര്? ജാംബവാൻ. ജയസംഹിത, ശതസഹസ്ര സംഹിത എന്നിവ അറിയപ്പെടുന്ന ഗ്രന്ഥം ഏത്? മഹാഭാരതം. യുദ്ധം ആരംഭിക്കുന്നത് മനുഷ്യ മനസ്സിലാണ് എന്ന് പറയുന്ന വേദം ഏത്? അഥർവവേദം. സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ഉപനിഷത്തിലേതാണ്? മുണ്ടകോ ഉപനിഷത്ത്. തത്വമസി എന്ന വാക്യം ഏത് ഉപനിഷത്തിലേതാണ്? ചാന്തോക്യോപനിഷത്ത്. ഉത്തിഷ്ഠത ജാഗ്രത എന്നത് ഏത് ഉപനിഷത്തിലെ വരികളാണ്? കഠോപനിഷത്ത്. അഞ്ചാം വേദം എന്നറിയപ്പെടുന്നത് എന്ത്? മഹാഭാരതം. പുരാണങ്ങളിൽ കാളിന്തി എന്നറിയപ്പെട്ട നദി ഏത്? യമുന. ദേവഭൂമി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? ഉത്തരാഖണ്ഡ്. നള, ദമയന്തി, ഋഷ്യശൃംഗൻ എന്നീ കഥകൾ ഏത് കൃതിയിലേതാണ്? മഹാഭാരതം. പുരാകുശിനി ഗർണങ്ങൾ പ്രകാരം ആരുടെ രാജധാനിയാണ് അമരാവതി? ഇന്ദ്രന്റെ. അളകാപുരി ഏത് ദേവന്റെ രാജധാനിയാണ്? കുബേരൻ. യക്ഷന്മാരുടെ രാജാവ് ആരാണ്? കുബേരൻ. ദക്ഷിണേന്ത്യയിലെ വൈഷ്ണവ സന്യാസിമാർ ആരായിരുന്നു? ആൾവാർമാർ. ശൈവ സന്യാസിമാർ അറിയപ്പെട്ടത് എങ്ങനെ? നായനാർമാർ. ഭാരതത്തിലെ പ്രാചീന ചിന്താധാരകളായ ഷഡ് ദർശനങ്ങൾ ഏവ? ന്യായം, വൈശേഷികം, സാഖ്യം, യോഗം, മീമാംസ, വേദാന്തം. ന്യായദർശനത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു? ഗൗതമൻ. ന്യായസൂത്രം എന്ന കൃതി രചിച്ചത് ആര്? ഗൗതമൻ.